നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ളത്? അതായത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ജീവിത രീതിയാണ്. അതായത് നമ്മളെ എങ്ങനെയാണ് നമ്മൾ ഈ ഇപ്പോൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കുകയാണെങ്കിൽ, പ്രസിദ്ധനായിട്ടൊരു എഴുത്തുകാരനാണ് ജോസഫ് മർഫി. ഐറിഷ് എഴുത്തുകാരനായിട്ടുള്ള ജോസഫ് മർഫിയുടെ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ഒന്നാമത്തെ കാര്യം, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളായിത്തീരുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. നമ്മുടെ മനസ്സിൽ ഏത് സമയവും എന്താണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മളായിത്തീരുക. അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ മനസ്സിനകത്ത് രാവിലെ എഴുന്നേറ്റത് മുതൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല തുടങ്ങിയ വാക്കുകളാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്ക് കഴിയില്ല. നമ്മളങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറിക്കഴിഞ്ഞ് നമ്മളുടെ ജീവിതം അതേ രീതിയിലായിരിക്കും. പക്ഷേ നമ്മുടെ മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് എനിക്ക് കഴിയും, എനിക്ക് കഴിയാത്തൊരു കാര്യമാണെങ്കിൽ ഞാൻ പഠിച്ചെടുക്കും തുടങ്ങിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെങ്കിലോ, അപ്പോൾ നമുക്ക് ആ രീതിയിൽ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയും. അപ്പോൾ നമ്മളുടെ മനസ്സ് എന്താണോ അതാണ് നമ്മളായിത്തീരുക. അതായത് വിശ്വാസം എന്നതൊരു വിത്താണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത് ആ വിത്ത് പാകുന്നതിനുള്ള മണ്ണാണ്. അതിൻ്റെ ഫലമാണ് നമ്മളുടെ ജീവിതം. അപ്പോൾ നമ്മുടെ വിശ്വാസം നന്നായിരുന്നാൽ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തെ നയിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതായത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം, നെഗറ്റീവ് തോട്ടാണെങ്കിലും അല്ലെങ്കിലും, നമ്മൾ ഒരു പ്രാവശ്യം അത് പറഞ്ഞു എന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ആവർത്തിച്ച് നമ്മൾ ദിവസവും എന്താണോ പറയുന്നത്, ആവർത്തിച്ചിങ്ങനെ പറയുന്നത് നമ്മളുടെ ജീവിതത്തിലേക്ക് അത് വന്നുകൊള്ളും. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഉദാഹരണമായിട്ട്, എനിക്കൊരുപാട് കടമുണ്ട് എന്ന് ദിവസവും നമ്മളിങ്ങനെ മറ്റുള്ളവരോട് പരിഭവം പറഞ്ഞിട്ടും നമ്മളുടെ മനസ്സിൽ തോന്നിയിട്ടും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതങ്ങനെ കൂടുകയേ ചെയ്യുള്ളൂ. അതിൽ നിന്ന് മോചനം സാധ്യമല്ല. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് ഇഷ്ടം പോലെ ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട് എന്ന് നമ്മൾ പറയുകയും നമ്മുടെ മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മളുടെ ജീവിതം അതേപോലെ ആയിത്തീരും. അതുപോലൊരു കാര്യം അദ്ദേഹം പറയുന്നത്, നമ്മൾ ഉറങ്ങാൻ പോകുന്നതിൻ്റെ കുറച്ച് സമയം മുമ്പ് വരെ നമ്മൾ എന്താണ് പറയുന്നത് അത് യഥാർത്ഥമാകുന്നതാണ്. അതായത് അതിനാണ് നൈറ്റ് അഫർമേഷൻ എന്നുള്ളൊരു പരിപാടിയൊക്കെ അദ്ദേഹം തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ മനസ്സിൽ എന്ത് ചിന്തിച്ചിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് അത് നേരം വെളുക്കും വരെ നമ്മളുടെ മനസ്സിലിങ്ങനെ തങ്ങി ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ളതാണ്. അതുകൊണ്ട് നൈറ്റ് അഫർമേഷന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമാക്കി കഴിഞ്ഞാൽ, അതായത് നമ്മൾ എന്തായിത്തീരണം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആവണം എന്നുള്ളത് നമ്മൾ രാത്രി കിടക്കുന്നതിൻ്റെ മുമ്പൊന്ന് സ്വയം പറഞ്ഞു നോക്കുക. ഇവിടെ ശരിക്കും ഒരു 10 അഫർമേഷൻ ഉണ്ട്. അത് രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കുന്നതിൻ്റെ മുമ്പും നമ്മളൊന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നമ്മൾ ഒരു കൂട്ടായ്മയിലൂടെ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിനും വേണ്ടി എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവിടെ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇതിന് ശേഷം നമ്മളൊരു 21 ഡേയ്സ് ചലഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി ചെയ്യാവുന്ന ഒരു 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യേണ്ട ഒരു ചലഞ്ചാണ്. ഓരോ ദിവസവും അത് പ്രാക്ടീസ് ചെയ്യുന്നു. അതങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമാക്കി കൊണ്ട് നടക്കുന്നു. അതോടുകൂടി നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം വരും. അത്തരത്തിലൊരു മാറ്റത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.